ഹലോ ഗൈസ്, വെൽക്കം ടു ക്വസ്റ്റ്യൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ബെഹിമത്ത് എന്ന ടൈറ്റനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ മോൺസ്റ്റർവേഴ്സിൽ ചില ആൾക്കാർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ടൈറ്റൻസിലൊന്നായിരിക്കും ബെഹിമത്ത് എന്നാണ് തോന്നുന്നത്. ഇവൻ നമ്മളെ ചാനൽ തന്നെ ചില ആൾക്കാർ ബെഹിമത്തിനെ പറ്റി വീഡിയോ ഇടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെഹിമത്ത് ആരാണ്, ബെഹിമത്തിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്, മൊത്തം നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്തേക്കാം. നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മൾ വന്ന ഒരു ബെഹിമത്ത് എന്ന ടൈറ്റനെ കാണുന്നത് ഗോഡ്സില്ല കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് എന്ന മൂവിയിലാണ്. അപ്പോൾ അതിൽ വന്ന് നമ്മുടെ ബെഹിമത്ത് വന്ന് ആക്ച്വലി അവേക്കൻ ആയത് നമ്മുടെ കിങ് ഗിഡോറയുടെ ആ ഒരു ആൽഫ കാൾ വരെയാണ് ബെഹിമത്ത് എണീക്കുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ കിങ് ഗിഡോറെ ഗോഡ്സില ഡിഫീറ്റ് ചെയ്തതിന് ശേഷം ഗോഡ്സില വന്ന് ആ ഒരു ആൽഫ ടൈറ്റൻ ആവുമല്ലോ. സോ ആ ഒരു സമയം ബെഹിമത്ത് വന്ന് ഗോഡ്സിലയുടെ അടുത്ത് കീഴടങ്ങും. ഓക്കെ, സോ കീഴടങ്ങിയതിന് ശേഷം നമ്മുടെ ഗോഡ്സില ഓരോരോ ടൈറ്റൻസിനെ, അതായത് അവിടെ വന്ന് ചേർന്ന എല്ലാ ടൈറ്റൻസിനെയും ഓരോ സ്ഥലത്തായിട്ട് നമ്മുടെ ഗോഡ്സില അയക്കും. അവിടെയുള്ള കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അയക്കും. അതിൽ വന്ന് നമ്മുടെ ബെഹിമത്തിനെ വന്ന് ഈ ഒരു ആമസോൺ റെയിൻ ഫോറസ്റ്റിലോട്ട് നമ്മുടെ ഗോഡ്സില അയക്കുന്നുണ്ട്. കാരണം അവിടുത്തെ എക്കോസിസ്റ്റമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബെഹിമത്തിനെ അങ്ങോട്ട് അയക്കുന്നുണ്ട്. സോ ബെഹിമത്ത് വന്ന് പിന്നീട് ഈ ഒരു ആമസോൺ ഫോറസ്റ്റിലോട്ടാണ് പോകുന്നത്. അവിടെ പോയി അവിടെയുള്ള എക്കോസിസ്റ്റമൊക്കെ നമ്മുടെ ബെഹിമത്ത് ബാലൻസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നീട് എന്ത് നടക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ബെഹിമത്തിന് വന്ന് അവിടെ വന്ന് അമലോക്ക് എന്നൊരു ടൈറ്റൻ വരും ആമസോൺ ഫോറസ്റ്റിലോട്ട്. വന്നിട്ട് നമ്മുടെ ബെഹിമത്തുമായിട്ട് ഫൈറ്റ് നടക്കും. കാരണം ആ ഫോറസ്റ്റ് അവന് വേണമെന്ന് പറഞ്ഞ് ബെഹിമത്തുമായിട്ട് ഫൈറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ബെഹിമത്തും നല്ല ടഫ് കൊടുക്കും, പക്ഷേ ലാസ്റ്റ് ജയിക്കുന്നത് ഈ ഒരു അമലോക്ക് എന്ന ടൈറ്റനാണ്. അത് ബെഹിമത്തിനെ ഡിഫീറ്റ് ചെയ്യും, ഒരു കൊമ്പ കൊടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. സോ ആ ഒരു സമയം നമ്മുടെ ഗോഡ്സില അവിടെ എത്തി നമ്മുടെ ബെഹിമത്തിനെ രക്ഷപ്പെടുത്തി എന്നാണ് പറയുന്നത്. സോ ഗോഡ്സില വന്നില്ല എങ്കിൽ അവിടെ ബെഹിമത്ത് ചിലപ്പം ചാവുമായിരുന്നേനെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്തിനാണ് ഗോഡ്സില ബെഹിമത്തിനെ രക്ഷപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ. ആക്ച്വലി ബെഹിമത്ത് വന്ന ഒരു പ്രൊട്ടക്റ്റർ കാറ്റഗറി പെടുന്ന ടൈറ്റനാണ്. ഇപ്പം ഒരു മോൺസ്റ്റർവേഴ്സിൽ തന്നെ 2 കാറ്റഗറി ആയിട്ടാണ് ഈ ടൈറ്റൻസിനെ തിരിച്ചിട്ടുള്ളത്. മൊണാർക്ക്, അതിൽ വന്ന് നമ്മുടെ പ്രൊട്ടക്റ്റർ കാറ്റഗറിയിലാണ് ഗോഡ്സില, മോത്ര, ബെഹിമത്ത്, കോങ് ഇങ്ങനെയുള്ള ടൈറ്റൻസ് ഒക്കെ വരുന്നത്. കാരണം ഇവർ കാരണം ഹ്യൂമാനിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവരൊരു പ്രൊട്ടക്റ്ററാണ്, ഇവർ സേഫ് ആയിട്ടുള്ള ടൈറ്റൻസ് ആണ്. മറിച്ച് ഡിസ്ട്രോയർ കാറ്റഗറിയിലാണ് നമ്മുടെ കിങ് ഗിഡോറ, സ്കാർ കിങ്, മ്യൂട്ടോ ഇങ്ങനെയുള്ള ടൈറ്റൻസ് വരുന്നത്. കാരണം ഇവരൊക്കെ ഈവിളാണ്, ഇവർ കാരണം ഹ്യൂമാനിറ്റിക്ക് തന്നെ വലിയൊരു ഡേഞ്ചറാണ്. സോ ബെഹിമത്ത് പ്രൊട്ടക്റ്റർ കാറ്റഗറിയാണ്. പ്രധാനമായിട്ടും ഈ ഒരു നാച്ചുറിനെ, അതായത് ഈ ഒരു ഫോറസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാലൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ടൈറ്റനാണ് ബെഹിമത്ത്. അതുകൊണ്ടാണ് ബെഹിമത്ത് ജീവനോടെ ഇരുന്നേ പറ്റിയൊരു ഗോഡ്സിലൊക്കെ അറിയാം. കാരണം ബെഹിമത്ത് മരിച്ച ഉറപ്പായിട്ടും നാച്ചുറിന് അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ ഗോഡ്സിലെ ബെഹിമത്തിനെ രക്ഷപ്പെടുത്തിയത്. സോ ഇനി വന്ന് നമുക്ക് ബെഹിമത്തിൻ്റെ ഒരു അപ്പിയറൻസിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു ശരീരം വന്ന് ഒരു ഗൊറിയിലെ പോലെ ഇരിക്കുന്നത്. ഇപ്പം ദൂരെ നിന്ന് കാണുമ്പോൾ, അതായത് ഈ കിങ് ഓഫ് ദ മോൺസ്റ്റേഴ്സ് മൂവി ഞാൻ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് പെട്ടെന്ന് ദൂരെ നിന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കോങ് ആയിക്ക് പറഞ്ഞാണ് വിചാരിച്ചത്. അതേപോലെ തന്നെയാണ്. കാരണം എൻ്റെ ബോഡി വന്ന് ഏകദേശം കോങ്ങിൻ്റെ ബോഡി പോലെ ഇരിക്കും, അതായത് ഒരു ഗൊറിയിലെ ടൈപ്പ് ബോഡിയാണ് ഇതിലുള്ളത്. മറിച്ച് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ആയിട്ട് ഒരു മാമത്തിനെ പോലെയാണ് ഇരിക്കുന്നത്. സോ രണ്ടും കൂടെ ഒരു ചേർന്ന ഒരു രൂപമാണ് ഈ ബെഹിമത്തിനുള്ളത്. സോ ഇതിൻ്റെ ആ ഒരു ഹൈറ്റ് വന്ന് ഏകദേശം 354 അടി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കൂടാതെ വെയിറ്റ് വന്ന് ഏകദേശം ഒരു 900 ടൺസോളം ഉണ്ടാവുമെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊരു പ്രോപ്പറായിട്ടുള്ളൊരു കൺക്ലൂഷൻ അല്ല. സോ ഏകദേശം ഇത്രത്തോളമൊക്കെ വരുമെന്നൊക്കെയാണ് പറയുന്നത്. സോ ഇപ്പോൾ ബെഹിമത്ത് എവിടെയാണെന്ന് ചില ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ ബെഹിമത്ത് ഇപ്പോഴും ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ് ഉള്ളത്. സോ അവിടെ വന്ന് അത് ഹൈബർനേറ്റിൽ എന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു അമുലോക്ക് എന്ന് പറഞ്ഞ ടൈറ്റനുമായിട്ടുള്ള ഫൈറ്റിൽ നമ്മുടെ ബെഹിമത്തിൻ്റെ കൊമ്പൊക്കെ ഒടിഞ്ഞ് പറഞ്ഞില്ല. അപ്പം അതൊക്കെ ഹീലൊക്കെ ആക്കാൻ വേണ്ടി ഒരു സ്ലീപ്പിലാണെന്നൊക്കെയാണ് പറയുന്നത്. സോ ബെഹിമത്ത് ഇനി ഫ്യൂച്ചർ മൂവീസിലൊക്കെ വരും, ബട്ട് എപ്പം വരുമെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ. സോ എന്തായാലും അത് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി വന്ന് നമുക്ക് നേരെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിലോട്ടൊക്കെ വരാം. സോ ബെഹിമത്തിന് മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രെങ്ത് ആണ്. ബെഹിമത്തിൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് നല്ല അധികം എന്നാണ് പറയുന്നത്. ആ ഒരു ഫിസിക്കൽ റോ സ്ട്രെങ്ത് ബെഹിമത്തിന് വേറെ ലെവലിലിരിക്കുന്നു. എൻ്റെ കൈയൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും നല്ലൊരു മസ്കുലറായിട്ടുള്ളൊരു ആമാണ് ഇതിനുള്ളത്. സോ അതുകൊണ്ട് ഫിസിക്കൽ സ്ട്രെങ്ത് ഇത് നല്ല അധികമാണ്. സോ വേറെ ലെവലായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയും സൂപ്പറായിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ അമലോക്ക് എന്ന ടൈറ്റൻ നിറയെ അറ്റാക്സ് ബെഹിമത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിൻ്റെ കൊമ്പേ ഒടിഞ്ഞിട്ടുള്ളൂ. ബട്ട് ഇതിന് വലിയ ഡാമേജ് ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഒരു വലിയൊരു ഡ്യൂറബിലിറ്റിയാണ് ഇതിലുള്ളത്. നല്ല സൈസൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഡ്യൂറബിലിറ്റി അതിന് സൂപ്പറായിട്ടെടുത്താണ് പറയുന്നത്. കൂടാതെ കോമ്പാറ്റ് ഇതിന് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ സ്ട്രെങ്തും കോമ്പാറ്റും ഒക്കെ നന്നായിട്ട് ഇത് യൂസ് ചെയ്ത് ഫൈറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ വന്ന് ഈ ബെഹിമത്ത് അതിൻ്റെ ആ ഒരു കൊമ്പൊക്കെ ഇല്ല, ആ ഫേസിൻ്റെ ഭാഗമായിട്ടൊക്കെ അതൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. കൂടാതെ നാച്ചുറൽ അവെയർനെസ് ഈ ബെഹിമത്തിനുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഇതിനെക്കൊണ്ട് ആ നാച്ചുറലിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അതിൻ്റെ സ്പീഡ് ഇതിന് അത്യാവശ്യം തരക്കേടില്ലാതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇത് ബ്രസീൽ മുതൽ ആ ഒരു ബോസ് ടൗൺ വരെ
ഒരു ദിവസത്തിനുള്ളിൽ നടന്നെത്തി എന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഇതിന് റീജനറേഷനും നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ നല്ലൊരു റീജനറേഷൻ പവറും ബഹുമത്തിനുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ വീക്ക്നെസ്സിലോട്ട് വരികയാണെങ്കിൽ ബഹുമത്തിൻ്റെ സ്പീഡ് കുറച്ച് കുറവെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ആ സ്പീഡ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് അജിലിറ്റി. ഇത്ര സൈസുള്ളതുകൊണ്ടാണ് നന്നായിട്ട് ഇതിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഗോഡ്സിലെയും കോങ്ങും സൂപ്പറായിട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലെ ബഹുമത്തിന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര സ്ലോ ആണ്. തിരിഞ്ഞൊക്കെ അടിക്കാനൊക്കെ വരുമ്പോൾ തന്നെ ടൈം എടുക്കും. സോ ഇതിന് ഒരു ടൈറ്റിനെ തോൽപ്പിക്കാനുള്ള പവറുണ്ട്, പക്ഷേ ഇതിന് അജിലിറ്റി കുറവായതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന വീക്ക്നെസ്. ഇതിന് പെട്ടെന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അത് വേണമെങ്കിൽ ഒരു വീക്ക്നെസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ബഹുമത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് ആർക്കൊക്കെ ബഹുമത്തിൻ്റെ ടൈറ്റിന് ഇഷ്ടമാണെന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചില ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ടേക്ക് ഗൈസ്.